ഹായ് ഗായ്സ്, നമുക്കിന്ന് S25 അൾട്രയും അതുപോലെ തന്നെ S24 അൾട്രയും തമ്മിലുള്ള ഡിഫറൻസും അതുപോലെ തന്നെ S25 അൾട്രയിൽ എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ബോക്സിൽ ഫോണിൻ്റെ കൂടെ Type-C to Type-C കേബിള്, അതുപോലെ സിം ഇജക്റ്റിംഗ് ടൂള്, അതുപോലെ മാനുവൽ, ഇത് രണ്ടിലും ഒരേപോലെ തന്നെയാണ് വന്നിരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബോഡിയെ കുറിച്ച് നോക്കാം. S25 അൾട്രയും S24 അൾട്രയും തമ്മിൽ ഇതിന്റെ എഡ്ജസും അതുപോലെ തന്നെ കോർണേഴ്സ് എല്ലാം കർവിങ്ങിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. S25 അൾട്രയുടെ സൈസ് 162.8 into 77.6 into 8.2 mm സൈസും അതുപോലെ 218 gram വെയിറ്റും ഉണ്ടായിരുന്നു. അതേസമയം S24 അൾട്രയിൽ 162.3 into 79 into 8.6 mm സൈസും 232 or 233 gram വെയിറ്റ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്. അടുത്തതായി ബിൽഡ് മെറ്റീരിയല് ഫ്രണ്ടും ബാക്കും കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ആർമറിൽ നിന്നും കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ആർമർ 2 അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടൈറ്റാനിയം ഫ്രെയിം ഗ്രേഡ് 2 നിന്നും ടൈറ്റാനിയം ഫ്രെയിം ഗ്രേഡ് 5 അവരിപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഇതിൽ ഏതൊക്കെ കളേഴ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. ഇതിൽ S24 അൾട്ര ടൈറ്റാനിയം ബ്ലാക്ക്, ടൈറ്റാനിയം ഗ്രേ, ടൈറ്റാനിയം വയലറ്റ്, ടൈറ്റാനിയം യെല്ലോ, ടൈറ്റാനിയം ബ്ലൂ, ടൈറ്റാനിയം ഗ്രീൻ, ടൈറ്റാനിയം ഓറഞ്ച് എന്നീ കളേഴ്സിലും S25 അൾട്ര ടൈറ്റാനിയം സിൽവർ ബ്ലൂ, ടൈറ്റാനിയം ഗ്രേ, ടൈറ്റാനിയം വൈറ്റ് സിൽവർ, ടൈറ്റാനിയം ബ്ലാക്ക്, ടൈറ്റാനിയം ജേഡ് ഗ്രീൻ, ടൈറ്റാനിയം ബ്ലാക്ക്, ടൈറ്റാനിയം പിങ്ക് ഗോൾഡ് എന്നിങ്ങനെ കളറുകളിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഇതിന്റെ IP റേറ്റിംഗ് ആണ്. രണ്ട് ഫോണും IP68 ടെസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അപ് ടു 1 meter for 30 minutes ആണ് കമ്പനി പറയുന്നത്. അടുത്ത എടുത്തു പറയേണ്ട ഒരു ചേഞ്ച് ആണ് S Penൽ വന്നിട്ടുള്ളത്. S24 അൾട്രയിലെ സ്റ്റൈലസ്, ബ്ലൂടൂത്ത് ഇന്റഗ്രേഷൻ, ആക്സിലറോമീറ്റർ, ഗൈറോ എന്നിങ്ങനെയുള്ള സെൻസറുകളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഒരു സ്റ്റൈലസ് മാത്രമാണ് 25 കൊടുക്കുന്നത്. അടുത്തതായി ഇതിന് ഡിസ്പ്ലേയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് നോക്കാം. ഡിസ്പ്ലേയിൽ കാര്യമായി മാറ്റം വരുത്തിയിട്ടില്ല. സെയിം ഡൈനാമിക് LTPO AMOLED 2X ഡിസ്പ്ലേയും 120 Hz റിഫ്രഷ് റേറ്റ്, HDR10+ ഉണ്ട്. അതുപോലെ 2600 പീക്ക് ലെവൽ ബ്രൈറ്റ്നസ്സും ഉണ്ട്. പിന്നെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് ആർമർ 2 എന്നിങ്ങനെ രണ്ട് ഡിഫറൻസ് നമുക്ക് മാത്രമേ ഉള്ളൂ ഡിസ്പ്ലേയിൽ. ഡിസ്പ്ലേ സൈസ് 6.8 നിന്നും 6.9 ഇഞ്ചസിലേക്ക് ഉയർത്തുകയും അതുപോലെ ബോർഡറിന്റെ വിഡ്ത്ത് 1.52 നിന്നും 1.32 അവർ കുറയ്ക്കുകയും ചെയ്തു. അടുത്ത ഇതിന്റെ റെസൊല്യൂഷൻ പറയുകയാണെങ്കിൽ രണ്ടും ഒരേ റെസൊല്യൂഷൻ തന്നെയാണ്. 1440 x 3120 പിക്സൽസ് ആണ്. 19.5:9 റേഷ്യോയിലാണ് രണ്ടിന്റെ ഡിസ്പ്ലേ ഉള്ളത്. പക്ഷേ PPI ഡെൻസിറ്റിയിൽ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അഡീഷണൽ ഫീച്ചറായി ഓൾവേസ് ഓൺ ഡിസ്പ്ലേ രണ്ടിലും ഉണ്ട്. ഇനി ഇതിന് നെറ്റ്വർക്ക് ആൻഡ് കണക്ടിവിറ്റി സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നെറ്റ്വർക്ക് ടെക്നോളജി നോക്കിയാൽ രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്നത് GSM, CDMA, HSPA, EVDO, LTE, 5G എന്നിങ്ങനെ മാറ്റമില്ലാതെ തുടരുന്നു. സിം ഫീച്ചർ നോക്കിയാൽ രണ്ടിലും eSIM-ഉം നാനോ സിമ്മും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ S25 അൾട്രയിൽ 2 eSIM നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മുൻപ് S24-ലായിരുന്നപ്പോൾ ഒരു നാനോ സിം ഒരു eSIM നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അടുത്തതായി ഇതിന്റെ 4G 5G ബാൻഡും അതുപോലെ തന്നെ സ്പീഡ് നോക്കിയാൽ രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്നത് സെയിം ആണ്. വേറെ അപ്ഡേഷൻ ഒന്നും ഇതിനകത്ത് വരുത്തിയിട്ടില്ല. അതുപോലെ വൈഫൈ നോക്കിയാൽ രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ വൈഫൈ മൊഡ്യൂൾസും കാര്യങ്ങളാണ്. മാറ്റങ്ങളൊന്നും അതിലും വരുത്താതെ തുടരുന്നു. ബ്ലൂടൂത്ത് മൊഡ്യൂൾ നോക്കിയാൽ 5.3 നിന്നും 5.4 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇനി പൊസിഷൻ സിസ്റ്റം നോക്കിയാലോ GPS, GLONASS, BDS, Galileo, QSDSS സെയിം ഐറ്റംസ് തന്നെയാണ് രണ്ടിലും ഉള്ളത്. ഇനി മറ്റ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നോക്കിയാൽ NFC ഉണ്ട്, USB Type-C 3.2, പിന്നെ ഡിസ്പ്ലേ പോർട്ട് 1.2, OTG രണ്ടിലും സെയിം ആണ്. സാംസങ് ഡെക്സ് സപ്പോർട്ട് അവൈലബിൾ ആണ്. സാംസങ് ഡെക്സ് എന്നാൽ നമ്മളുടെ മൊബൈലിൽ നിന്നും കേബിൾ വഴി കണക്ട് ചെയ്ത് ഒരു ഡിസ്പ്ലേയിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് ഡെസ്ക്ടോപ്പ് PC പോലെ യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു HDMI അഡാപ്റ്ററോ അല്ലെങ്കിൽ ഡെക്സ് കേബിളോ മൾട്ടിപോർട്ട് അഡാപ്റ്ററോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ രണ്ട് മോഡലിലെയും പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊന്ന് നോക്കാം. ഈ രണ്ട് മൊബൈലിന്റെ OS One UI ആണ്. 7-ഉം ഒന്ന് 6.1.1 ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലാണ്. ആൻഡ്രോയിഡ് 14 പ്ലാറ്റ്ഫോമിൽ S24 എങ്കിൽ ആൻഡ്രോയിഡ് 15 പ്ലാറ്റ്ഫോമിലാണ് S25 അൾട്ര. അടുത്ത ഇതിനെ ചിപ്സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
പുതിയ S25 അൾട്രയിൽ വന്നിട്ടുള്ളത് ക്വാൽകോം SM8750AB സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് എഡിഷൻ ആണ്. 3nm പ്രൊസസ്സറാണ്. എന്നാൽ 24-ലാണെന്നുള്ളത് ക്വാൽകോം SM8650AC സ്നാപ്ഡ്രാഗൺ 8 Gen 3 4nm ചിപ്സെറ്റ് ആയിരുന്നു. ഇനി CPU നോക്കിയാൽ രണ്ടും ഒക്ടാ കോർ പ്രോസസ്സറാണ്. പക്ഷെ ഇതിന്റെ പ്രോസസ്സിംഗ് സ്പീഡിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ പുതിയ എലൈറ്റ് എഡിഷന് പക്ക സാധനമാണ്. 4.47 GHz സ്പീഡ് ഉണ്ട്. പക്ഷേ പഴയതാണെന്നുണ്ടെങ്കിൽ Gen 3 ആണെന്നുണ്ടെങ്കിൽ അപ് ടു 3.4 GHz സ്പീഡാണ് ഉണ്ടായിരുന്നത്. ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് സ്പീഡുള്ള ഒരു മൊബൈൽ പ്രോസസ്സറാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ CPU-ലേക്ക് നോക്കുകയാണെങ്കിൽ Adreno 750 ആയിരുന്നു S24 അൾട്രയിലെങ്കിൽ Adreno 830 ആണ് X25 അൾട്രയിലുള്ളത്. ഇതിന് കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട് എന്ന് പ്രശ്നമുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ പ്രത്യേകിച്ച് ഹീറ്റ് ഡിസിപ്പിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ആർക്കിടെക്ചർ ഒക്കെ ചെയ്ത് ആണ് മൊബൈൽ പുറത്തിറക്കിയിട്ടുള്ളത്. ഇനി മെമ്മറിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മൊബൈലും വരുന്നത് 12 GB റാം കൊണ്ടാണ് വരുന്നത്. അതിൽ 56 എടുത്താലും 512 എടുത്താലും 1 TB എടുത്താലും എല്ലാം 12 GB റാം ആണ് ഉള്ളത്. കാർഡ് സ്ലോട്ട് ഒന്നും ഇതിൽ അവൈലബിൾ അല്ല. ഇനിയാണ് ഇതിന്റെ മെയിൻ ഭാഗമായ മെയിൻ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24-ലെ 12 MB അൾട്രാ വൈഡ് ക്യാമറ മാറ്റിയിട്ട് ഇപ്പോൾ 50 MB അൾട്രാ വൈഡ് ക്യാമറ ആക്കിയിട്ടുണ്ട്. അതാണ് ഒരു മേജർ ആയിട്ടുള്ള ഡിഫറൻസിനകത്ത് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാം ക്യാമറകളുടെ മൊഡ്യൂൾസ് എല്ലാം സെയിം ആണ്. വലിയ വ്യത്യാസമുള്ളതും ഇല്ല. $200 MB ക്യാമറയ്ക്ക് ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇനി മൊഡ്യൂൾ 3-ല് 50 MB-യുടെ പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ക്യാമറയുണ്ട്. രണ്ടും സെയിം ആണ്. അതിലും വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല അവര്. മൊഡ്യൂൾ 4 നമ്മുടെ ടെലിഫോട്ടോ ക്യാമറ സെയിം ക്യാമറ തന്നെ, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഒരു മാറ്റവും ഇല്ലല്ലോടെ. പിന്നെ ഇതിനകത്ത് ലോഗ് റെക്കോർഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് റോ ഫയലായിട്ടായിരിക്കും സേവ് ആകുക. പിന്നീട് അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നസ് കൂട്ടുക, കുറയ്ക്കുക, കളർ കറക്ഷൻസ് ഒക്കെ വരുത്താൻ നല്ലതായിരിക്കും. പിന്നെ ചൂസ് എ ബെസ്റ്റ് ഫേസ് എന്ന് പറയുന്ന ഓപ്ഷൻ അതെനിക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നി. കാര്യം നമ്മൾ ഒരു ഗ്രൂപ്പ് പീപ്പിൾ എടുത്തിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ 1-2 പേര് ചിരിച്ചില്ല, കണ്ണടച്ചിരിക്കുന്ന, അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വാപ്പ് ചെയ്ത് ഫേസ് സ്വാപ്പ് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. പിന്നെ വോയിസ് റിമൂവ് ചെയ്ത് കളയുക, അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള വോയിസ് ഒക്കെ ഉണ്ടെന്നുണ്ട് റിമൂവ് ചെയ്ത് കളയുക. AI സപ്പോർട്ട് കൂടി വോയിസ് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നല്ലതാണ്. ഇനി സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
സെയിം ക്യാമറ മോഡ്യൂൾസ് തന്നെ, ഒരു മാറ്റമില്ലാതെ അത് വീണ്ടും തുടരുന്നു. ഇതിലും നമുക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള വോയിസ് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഒക്കെ ഇതിലുമുണ്ട്. ഇനി സൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും സെയിം ഡ്യുവൽ സ്പീക്കറാണ് തന്നിട്ടുള്ളത്. 3.5 mm ജാക്ക് ഇല്ല, 32 ബിറ്റും അതുപോലെ തന്നെ 384 kHz ഓഡിയോ ആണ്. 2.8 ആണ് രണ്ടിലും വരുന്നത്. ഈ സെൻസറുകളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് അണ്ടർ ഡിസ്പ്ലേ ഉണ്ട്, അൾട്രാസോണിക് ആണത്, പിന്നെ ആക്സിലറോമീറ്റർ ഉണ്ട്, ഗെയറോ ഉണ്ട്, പ്രോക്സിമിറ്റി, കോമ്പസ്, പാരാമീറ്റർ, അതങ്ങനെ എല്ലാം സെയിം തന്നെ. ഇനി ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh വലിയ അയൺ ബാറ്ററിയാണ് വരുന്നത്. പിന്നെ അതൊരു മാറ്റം ഉള്ളതെന്ന് പറഞ്ഞാൽ വയർലെസ് ചാർജിങ്ങിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. 25 വാട്ട്സ് വയർലെസ് ചാർജിങ് കൊണ്ടുവന്നിട്ടുണ്ട് S25. മറ്റേതിലാണെങ്കിൽ 15 വാട്ട്സ് വയർലെസ് ചാർജിങ് ഉണ്ടായിരുന്നു 24. പിന്നെ റിവേഴ്സ് വയർലെസ് എല്ലാം 4.5 തന്നെ. പിന്നെ 45 വാട്ട്സ് ആണ് വയർഡ് ചാർജിങ്, അതെല്ലാം സെയിം തന്നെ, ഒരു മാറ്റമില്ല. ഇനി മറ്റ് AI ഫീച്ചർ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിയാൽ അതിൽ ഷസാമിനെ കടത്തി വിട്ടിക്കൊണ്ട് ഓഡിയോ സെർച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് വീഡിയോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് മ്യൂസിക്കാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ കോളിൻ്റെ ലൈവ് ട്രാൻസ്ക്രിപ്റ്റ് അങ്ങനെയുള്ള ഓപ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സമ്മറൈസ് ചെയ്യുക, ബ്രീഫ് ചെയ്യുക, മൊബൈലിൽ തന്നെ നമ്മൾ ബ്രീഫ് ചെയ്ത് സാധനം തിരിച്ചിങ്ങോട്ട് സംസാരിച്ച് തരിക. അതുപോലെ തന്നെ സർക്കിൾ ടു സെർച്ച്, ആ സെർച്ച് ചെയ്ത് നമ്മൾ ഫോട്ടോ ആക്കി ഇമേജ് ആക്കി മാറ്റാം. ഈ ഇമേജിനെ പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്തത് പല ടൈപ്പ് എഡിറ്റിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട്. അങ്ങനെ കുറേ AI ഫീച്ചേഴ്സാണ്. ആർക്കും ആവശ്യമില്ലാത്ത ചില കുറെ AI ഫീച്ചർ വെച്ച് ഗിമിക്ക് ഉണ്ടാക്കി നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ് തോന്നുന്നു, പക്ഷെ അല്ല കേട്ടോ. പിന്നെ ഇതിനകത്തിൽ ബിറ്റ്സ്പിയും ജെമിനയും എല്ലാം കൂടെ ചേർന്നൊരു സങ്കര ഇനമായിക്കൊണ്ട് പല പല പരിപാടികളും നടക്കുന്നുണ്ട്. പിന്നെ അതിന് നൗബാർ എടുത്ത് പറയേണ്ടതെന്നാണ്. ഇതിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം പുറത്തു നിന്ന് ലോക്ക് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു തരും, നോക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാമറ ഫീച്ചർ പറഞ്ഞാണ് നമുക്ക് വോയിസ് റിമൂവ് ചെയ്യുക, പിന്നെ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് റിമൂവ് ചെയ്യുക, പിന്നെ കളറിങ് നടത്തുക, ഇങ്ങനെ ഓരോരോ കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഈ കൊച്ചു പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് ഇതിനകത്ത് AI എന്ന് പറഞ്ഞ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിന് കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിലുള്ള AI ഒക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. സൈനയില്ല, കുറെ സർക്കിൾ ടു സെർച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് ഇതിൽ പറഞ്ഞാൽ മതി, എല്ലാം സെർച്ചിങ് ആണ്. ഈ പറഞ്ഞ സാധനമൊക്കെ നമുക്ക് ഗൂഗിളിൽ കയറിയാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. അതിനാണ് ഇതിനകത്ത് ഈ AI എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ടിരിക്കുന്നത്. ഇതെല്ലാം ഈ ഗൂഗിളിന്റെ എന്താ പറയുക ബേസ് സാധനങ്ങൾ വെച്ചിട്ടാണ് ഗൂഗിൾ ഈ കളി കളിക്കുന്നത് മൊത്തം. ഇപ്പോൾ പിക്ചർ വെച്ച് സെലക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിന്റെ തന്നെ ഓപ്ഷനാണ് പിക്ചർ വെച്ച് സെലക്ട് ചെയ്യുക. അത് നമ്മൾ അതിനകത്തൊരു പിക്ചർ എന്തെങ്കിലും സാധനം വന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ നോക്കിയാൽ മതി, സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്തിൽ ഈ സർക്കിൾ ടു സെർച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു വാട്സപ്പിന്റെ DP വന്നു, ആ DPയിലുള്ള ഫേസ് നമുക്ക് മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ചില ഫേസ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അവർ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രൂപ്പുകളിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും, സെയിം ഫോട്ടോ ആയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കിയോ ലോക്ക് സ്ക്രീൻ, അതായത് ഇപ്പം വാട്സപ്പിൽ ഒരു DP എടുത്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എന്നിട്ട് അത് എടുക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സർക്കിൾ ടു സെർച്ച് കൊടുക്കാൻ വേണ്ടി നോക്കിയാൽ അത് വരില്ല, ഒന്നും വരില്ല. പിന്നെ എന്താണ് ഇതിന്റെ ഒരു ഉദ്ദേശമെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ S25 കുറിച്ചും S24 കുറിച്ചും ഒക്കെ പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ഓക്കെ, ബൈ ബൈ.